കാരണം വിഷമങ്ങളാണ് ഈ ഡ്രസ്സ് നിറച്ച്. എന്നാ ചോദിക്കും, വിഷമങ്ങളുള്ള ഡ്രസ്സ് എടുത്ത് കളഞ്ഞിടും. എനിക്കൊന്നും കൂടെ ഉറപ്പിക്കും ഞാൻ, ഈ ഡ്രസ്സിന് എന്തോ ജൂനിയർ മൺട്രൊക്കെ സിനിമയില്ല അതുപോലെ ഈ ഡ്രസ്സിൽ എന്നെ കാണാൻ കൊള്ളില്ല എന്ന് ഞാനങ്ങ് ഉറപ്പിച്ചപ്പോൾ ഇവിടെ കാറ്റഗറിയിൽ സാരി ഒന്നുമില്ല. അങ്ങനെ അവസാനം തപ്പി 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 ഞങ്ങൾ കണ്ടുപിടിച്ച സാരിയാണ് ദേ ഇത്. ഇതെന്താ, ഇതെനിക്ക് തോന്നുന്നു 200 സംതിങ്ങോ 300 രൂപ ആയില്ലെന്ന് തോന്നുന്നു. ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഗായത്രി കല്ലുവിള. അപ്പോൾ ഇന്നെന്താ ഇതുവരെ ഇങ്ങനെ ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടില്ല, അതുപോലൊരു വീഡിയോ ആണ് കേട്ടോ ഇന്ന്. അപ്പം എനിക്ക് എൻ്റെ ജീവിതത്തിന്റെ അല്ലെങ്കിൽ എനിക്ക് ഓരോ ഏജ് ഉള്ള സമയത്തും നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്ന പല ഡ്രസ്സില്ലേ, അപ്പം ആ ഓരോ ഡ്രസ്സിന് പിന്നിലും ചില ഓർമ്മകളൊക്കെ കാണത്തില്ല. വീട്ടിലിങ്ങനെ അടുക്കിയൊക്കെ പറക്കിയ സമയത്ത് എൻ്റെ മനസ്സിലോട്ട് ഇങ്ങനെ ഒരു ഐഡിയ വന്നു, ഓക്കെ എന്തുകൊണ്ട് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തുകൂടാ. അപ്പൊ ഇത് ഏകദേശം ഒരു 8-9 വർഷം അല്ലെങ്കിൽ അതിന് മുമ്പുള്ള ഡ്രസ്സുകൾ തൊട്ട് എൻ്റെ കയ്യിലുണ്ട് കേട്ടോ. എൻ്റെ ഓരോ ഡ്രസ്സിന്റെ പിന്നിലും ചില സ്റ്റോറീസ് ഉണ്ട്. അപ്പൊ നമുക്ക് ഒരുപാട് സംസാരിക്കാൻ, നമുക്ക് വീഡിയോയിലോട്ട് കടന്നാലോ. അപ്പൊ ആദ്യം ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാൻ പോകുന്നത് ഒരു കഥയാണ്. അപ്പൊ 2017 ഡിസംബർ 10-ലാണ് എൻ്റെ ചേച്ചിയുടെ കല്യാണം നടക്കുന്നത്. അപ്പൊ അന്നത്തെ ആ ഒരു ടൈമിൽ ഞാൻ ഏറ്റവും കൂടുതൽ കണ്ടിരുന്നത് ഹിന്ദി സീരിയൽസ് ആയിരുന്നു. അപ്പൊ ഇഷ്ക് ബാസ് അങ്ങനെയുള്ള കുറച്ച് നമ്മൾ നോർമലി കാണുന്ന കുറച്ച് സീരിയൽസ് ആ സമയത്ത് ഉണ്ടായിരുന്നല്ലോ. അപ്പൊ അങ്ങനെയുള്ള സീരിയൽസ് ഒക്കെ കണ്ടിട്ട് എനിക്കൊരു ഐഡിയ ഉണ്ടായിരുന്നു, എൻ്റെ ചേച്ചീൻ്റെ കല്യാണത്തിന് എനിക്ക് ഇങ്ങനെയൊക്കെ ഒരുങ്ങണം എന്നുള്ള ഒരു ഐഡിയ എനിക്കുണ്ടായിരുന്നു. അന്ന് ഈ പറയുന്നതിൻ്റെ കൂട്ട് ഇന്ത്യൻ എസ്തെറ്റിക്സ് അങ്ങനെയുള്ള ഒരു ടേം പോലും ഇല്ല. പക്ഷെ എന്നിട്ടും എനിക്ക് എന്താ പറയുക, ലെഹങ്ക, അപ്പം അങ്ങനെ കെട്ടണം ഇങ്ങനെ കെട്ടണം എന്നൊക്കെയുള്ള ഐഡിയകളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ചേച്ചിയുടെ കല്യാണം ഭയങ്കര റഷിൽ പെട്ടെന്ന് നടന്നൊരു കല്യാണമായിരുന്നു. വലിയ പ്ലാനിങ്ങോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ചേച്ചിയുടെ കല്യാണത്തിന് ഡ്രസ്സ് എടുക്കാൻ പോകുന്ന സമയത്ത് ഞാൻ വീട്ടിലങ്ങ് പറഞ്ഞു, ഓക്കെ എനിക്ക് ലെഹങ്ക വേണം. അപ്പം അത് ഞാൻ ഈ സീരിയലിൽ കണ്ട ഒരു ഐഡിയ വെച്ചിട്ടാണ് ഞാൻ ഈ ലെഹങ്ക വേണം എന്ന് പറയുന്നത്. അങ്ങനെ ഞങ്ങൾ അടൂരില് എസ് എമ്മിൽ പോയിട്ട് ഞങ്ങൾ ഡ്രസ്സ് എടുത്തു. അങ്ങനെ ചേച്ചിക്ക് കല്യാണ സാരിയൊക്കെ എടുത്തു, അതൊക്കെ എടുത്തിട്ട് അപ്പൊ എൻ്റെ ഡ്രസ്സ് എടുക്കാനായിട്ട് പോയി. അങ്ങനെ ഞാൻ പറഞ്ഞു, ചേച്ചി എനിക്ക് ഇതല്ല ലെഹങ്ക വേണം. അപ്പൊ അവര് ഒരേ പാറ്റേണിലുള്ള കുറെ സാധനങ്ങൾ എടുത്തിട്ട്, സത്യസന്ധമായിട്ട് പറഞ്ഞാൽ എൻ്റെ മനസ്സിൽ ലെഹങ്ക എന്നുള്ള ഐഡിയകളിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങളായിരുന്നു ഞാൻ അവിടെ കണ്ടിരുന്നത്. പക്ഷെ ഉള്ളതിൽ തമ്മിൽ ഭേദം എന്ന് തോന്നിയത് എടുത്തിട്ട് വന്നു. പക്ഷെ എനിക്ക് എടുത്ത സമയത്ത് എനിക്ക് വലുതായിട്ട് ഇഷ്ടപ്പെട്ടൊന്നുമില്ല. പക്ഷെ തിരിച്ചു വന്ന് വീട്ടിൽ വന്ന് നമ്മൾ ഇട്ടൊക്കെ നോക്കിയപ്പോഴത്തേക്ക് എനിക്ക് ഇഷ്ടമൊക്കെ പെട്ടു കേട്ടോ. പക്ഷെ എനിക്ക് അതിലെനിക്ക് ഏറ്റവും ഒരു ഇതായിട്ട് തോന്നിയെന്ന് പറഞ്ഞാല്, കല്യാണം ആയപ്പോഴത്തേക്ക് ഇവിടെ ഉള്ള ഏകദേശം എല്ലാവരും ഇതിന്റെ പല കളറ് അതേ കടയിൽ നിന്നും വാങ്ങിച്ചു കിട്ടും. അപ്പം ഇത് എത്ര പേർക്ക് ഈ ഒരു ഫീലിംഗ് അത് കിട്ടുമെന്ന് എനിക്കറിയില്ല. കാരണം നമുക്കൊരു സിബ്ലിംഗ് ഉള്ളപ്പോഴത്തേക്ക് നമ്മൾ വിചാരിക്കുന്നത് നമ്മുടെ ചേച്ചിയുടെ ബിഗ് ഡേ, അപ്പം സിബ്ലിംഗ് ആയിട്ടുള്ള നമ്മൾ കുറച്ച് ഡിഫറെന്റ് ആയിട്ട് നിൽക്കണം എന്നൊക്കെ നമുക്ക് കാണില്ലേ. അപ്പൊ അന്ന് എനിക്കത് ഭയങ്കര ഒരു വിഷമമായിരുന്നു. ഞാൻ കുറച്ചും കൂടെ ഡിഫറെന്റ് ആയിട്ടൊരു ഡ്രസ്സ് എടുത്താൽ മതിയായിരുന്നു എന്നൊക്കെ എനിക്ക് തോന്നി. അപ്പോൾ ഇതാണ് ആ ലെഹങ്ക കേട്ടോ. ഇത് എനിക്കൊന്ന് അന്നത്തെ സമയത്ത് അത്യാവശ്യം നല്ല വിലയായിരുന്നു കേട്ടോ ഇതിന്. ഇത് ഞാന് ഇത് എടുത്ത സമയത്തെ അമ്മ പറഞ്ഞായിരുന്നു, ഇത് നീ ഇടൂ, ഇനി ഇത് അലമാരിയിൽ ഇരിക്കത്തേയല്ലേ ഉള്ളു. അങ്ങനെ ഇത് കുറെ വർഷം അലമാരിയിലൊക്കെ ഇരുന്നു കേട്ടോ. പിന്നെ ഞാൻ അമ്പലത്തിലൊക്കെ പോകുമ്പോൾ ചിലപ്പോൾ എടുത്തിടുമായിരുന്നു. പക്ഷെ ഇപ്പൊ ഇതിടാനുള്ളൊരു മനക്കരുത്ത് എനിക്കില്ല. കാരണം അത്രയ്ക്കൊരു ഹെവി ഒരു ലെഹങ്കയാണ് കേട്ടോ ഇത്. അപ്പൊ ഇത് വന്നിട്ട് ഒരു മെറൂൺ പാറ്റേണില് ഇങ്ങനെ ഒരു ഗോൾഡൻ ഡിസൈൻ ഒക്കെ വന്നിട്ട്, എനിക്കൊന്ന് ഒരുവിധം മുസ്ലിം ബ്രൈഡ്സ് ഒക്കെ ആ സമയത്ത് അവരുടെ കല്യാണത്തിന് ഇടുന്ന ഒരു കോമൺ കളറല്ലേ, ചന്ദന കളറും മെറൂണും. ഇതാണ് അതിന്റെ ഉടുപ്പ്. ഇതെനിക്ക് ഇപ്പോഴും കേറും എന്നുള്ളത് വളരെ കൗതുകമാണ്. ഇത് അന്നത്തെ ഒരു ഫാഷൻ ആയിരുന്നു കേട്ടോ. ബാക്കിൽ വള്ളി വെച്ചാല് നമ്മള് കുഞ്ചലം ഇടണം. അപ്പൊ അന്ന് ഞാൻ കൊട്ടാരക്കരയിൽ ഏതോ കടയിൽ പോയിട്ട് സെയിം കളറിലുള്ള കുഞ്ചലമൊക്കെ വാങ്ങിച്ചു. ഇതാണ് അതിന്റെ ഉടുപ്പ്. പിന്നെ ഷാള് ചന്ദന കളറാണ്. ഷാള് അതിനെക്കാട്ടി വലിയൊരു ഷാള്. ഇതെങ്ങനെയാണ് ഉടുത്തേന്ന് പറഞ്ഞാൽ നിങ്ങൾ ചിരിച്ച് ചാവും. ഞാൻ പറഞ്ഞല്ലോ ഹിന്ദി സീരിയൽ കാണുമെന്ന്. അപ്പൊ ഞാൻ അവിടെ നമ്മളെ ഗോപിബോ ഉണ്ടല്ലോ, നമ്മുടെ സാത്തിനുമാന സതിക്കത്, അങ്ങനെ അതിനകത്തെ അക്ഷത് ഞാൻ സൈഡിൽ ഇമേജ് റെഫറൻസ് ആയിട്ട് തന്നേനെ കേട്ടോ. നമ്മള് സാരിച്ചു കൊടുക്കില്ലേ, അതുപോലെ തിരിച്ചങ്ങ് കൊടുത്തു. എന്നിട്ട് അതുമായിട്ട് യാതൊരു ബന്ധവും ഇല്ലാത്ത ഒരു ഹെയർ കട്ട് വട്ടത്തിൽ ഇങ്ങനെ കെട്ടിയിട്ട് അതിന്റെ ചുറ്റും പൂവൊക്കെ അങ്ങോട്ട് വെച്ചിട്ട് ഒരു ലുക്ക് ആയിരുന്നു. എന്ന് വെച്ചാൽ ട്രോളാനുള്ള ഐറ്റം എന്നൊക്കെ നമ്മൾ അതില്ല, അതുപോലെ ഐറ്റം. അവസാനം എന്ത് വന്നപ്പം എന്റെ വീട്ട് തന്നെ എല്ലാരും ഉടുത്തതും ഒരുപാട്. നമ്മളിപ്പോഴത്തെ കല്യാണങ്ങൾക്കൊക്കെ പുറത്തുനിന്ന് ഡാൻസ് കളിക്കാനായിട്ട് കുട്ടികളെ കൊണ്ടുവരില്ലേ, അപ്പൊ അതുപോലൊരു ലുക്കായി മാറി അവസാനം എല്ലാവരും കൂടെ ഇറങ്ങിയപ്പോഴത്തേക്ക്.
ഞാൻ ആ ഒരു ദിവസത്തിലേക്ക് തിരിച്ചു പോകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല, ഈ ഒരൊറ്റ കാരണം കൊണ്ട് കേട്ടോ. അപ്പൊ ചേച്ചി ഇങ്ങനെ ചേട്ടനെ കല്യാണ ഫോട്ടോയും വീഡിയോ ഒക്കെ നമ്മൾ അതിനെപ്പറ്റി സംസാരിക്കുമ്പോഴത്തേക്ക് എനിക്ക് എന്നെ നോക്കാൻ അങ്ങ് നാണക്കേട തുറന്നു പറഞ്ഞ. കാരണം നമുക്ക് ഈശ്വര ഞാൻ എന്തിനിങ്ങനെ ഒരുങ്ങി എന്നുള്ളൊരിതായിരുന്നു. അതാണ് ആ ഡ്രസ്സ്. ഓക്കെ, അപ്പം അടുത്തത് അത് നമുക്കിത് മടക്കി വെക്കാവേ. ഒരു കഥയുണ്ട് ഗൈസ്. അപ്പം ചേച്ചീൻ്റെ കല്യാണം 2017 ഡിസംബറിലായിരുന്നു എന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പം ജൂണിലായിരുന്നു എൻഗേജ്മെന്റും കാര്യങ്ങളൊക്കെ. വളരെ തിരക്കിട്ട ഒരു കല്യാണമായിരുന്നു അത്. അവള് തന്നെ പറയാറുണ്ട്, നിങ്ങൾ ഇങ്ങനെ ആരും കല്യാണം കഴിക്കരുത്, കാരണം അത്രയ്ക്ക് പെട്ടെന്നായിരുന്നു കല്യാണം. നിശ്ചയം ഭയങ്കര പെട്ടെന്നായിരുന്നു. അപ്പം ഡ്രസ്സ് എന്തിടണം എന്നുള്ള പ്ലാനിങ്ങോ കാര്യങ്ങളോ ഒന്നും എനിക്കില്ലായിരുന്നു കേട്ടോ. അപ്പം ഞാൻ ഇങ്ങനെ വീട്ടിൽ പറഞ്ഞു, അമ്മ ഇനി ഡ്രസ്സ് എടുക്കാനായിട്ട് പോകണം, അതിനെ സെലക്ട് ചെയ്യണം, അതൊക്കെ വലിയ ചടങ്ങ്. ഒന്നാമത് മടി, എനിക്ക് ഭയങ്കര മടിയാണ് കേട്ടോ. ഇങ്ങനെ നമുക്ക് ശീലമില്ല, അത് ഒന്നാമത്തെ കാര്യം. കാരണം ഒരു നിശ്ചയത്തിന് എങ്ങനെയാ നമ്മൾ പോയി കമ്മലെടുക്കുന്നു, മാല എടുക്കുന്നു, ഉടുപ്പെടുക്കുന്നു, അതൊക്കെ ഒരു എന്താ പറയുന്ന എനിക്കത് അങ്ങോട്ട് ചേച്ചിയുടെ കല്യാണം പെട്ടെന്നെല്ലാം നടക്കുന്ന പോലെ എനിക്ക് തോന്നി. അപ്പം ഞാൻ അമ്മയടുത്ത് പറഞ്ഞു, അമ്മ എനിക്ക് ഡ്രസ്സൊന്നും എടുക്കണ്ട, ഞാൻ വീട്ടിൽ ഉള്ള എനിക്ക് ആ സമയത്ത് ഇതുപോലെ കുറേ ഡ്രസ്സുണ്ട് കേട്ടോ. അപ്പം ഞാൻ വിചാരിച്ചു അതിനകത്ത് ഏതെങ്കിലും ഇടാം, കാരണം അത് ഇടാതെ വെച്ചേക്കല്ലേ. ഞാൻ അങ്ങനെ ഇതങ്ങ് പറഞ്ഞു കഴിഞ്ഞിട്ട് ഞാൻ ആലോചിച്ചു, പറയണ്ടായിരുന്നു, എനിക്കൊരു ചേച്ചിയല്ലേ ഉള്ളൂ, അപ്പം ഞാനൊരു പുതിയ ഡ്രസ്സ് ഇട്ടാൽ എന്താ കുഴപ്പം എന്നുള്ളൊരു ഫീലിംഗ് എനിക്ക് വന്നു. അന്ന് എനിക്ക് 16-17 വയസ്സേ ഉള്ളൂ കേട്ടോ. 17 വയസ്സ്. ഓക്കെ, 17 വയസ്സ്. അങ്ങനെ എനിക്കൊന്ന് 17 വയസ്സ്. അപ്പം ഞാൻ വിചാരിച്ചു ഓക്കെ, ഇനിയിപ്പോൾ അമ്മയുടെ അടുത്ത് പറഞ്ഞ അമ്മ എന്നെ വഴക്ക് പറയും, ഡ്രസ്സ് വേണ്ടെന്നൊക്കെ ഭയങ്കര ഹാഷ് ബുഷൊക്കെ അടിച്ചിട്ട്. അപ്പം ഞാൻ പക്ഷെ എൻ്റെ മനസ്സുകൊണ്ട് എനിക്ക് തോന്നിച്ചോ അങ്ങനെ പറയണ്ടായിരുന്നു, ഡ്രസ്സ് വേണമായിരുന്നു എന്നൊക്കെ ഞാൻ വിചാരിച്ചു. വൈകിട്ട് ഒരു 6-7 മണിയായപ്പം അമ്മ കടയിലോട്ട് പോകുന്നു. അമ്മ തിരിച്ചു വന്നിട്ട് അപ്പം ഞാൻ എൻ്റെ മനസ്സിൻ്റെ ഒരു കോണിലുണ്ട്, അമ്മ ഇനി വല്ല വാങ്ങിച്ചോ എന്ന്. അപ്പം അമ്മ വന്നിട്ട് പറഞ്ഞു, ഇന്നാ ഒരു കവർ ഇങ്ങനെ എൻ്റെ തന്നു. ഞാൻ നോക്കിയപ്പം നല്ല അടിപൊളി ബ്ലൂ കളറിലൊരു പാവാട ഉടുപ്പ് ഷാള്. ദൈവമേ, എനിക്ക് അന്നത്തെ എൻ്റെ ഒരു സന്തോഷം നിങ്ങൾക്കത് പറഞ്ഞാൽ മനസ്സിലാവില്ല ഗൈസ്. എന്നുവെച്ചാൽ അന്നത്തെ ഫാഷൻ ആയിരുന്നു. ലൈക്ക് എന്താ പറയുക, നമ്മൾ ഈ സോൾട്ട് ആൻഡ് പെപ്പർ ഒക്കെ പോലെ അന്നത്തെ ഒരു ഫാഷൻ ആയിരുന്നു. ഇതിന്റെ സൈഡിൽ ഇങ്ങനെ 2 ഇതൊക്കെ വരും. അങ്ങനെ ഈ പാവാട, ദൈവമേ, ഞാൻ ഇത്രയും കൊതിച്ചൊരു ഡ്രസ്സ് ഇതുപോലെ ഇട്ടിട്ടില്ല കേട്ടോ. കാരണം എനിക്ക് അതുവരെ എൻ്റെ ഡ്രസ്സിൽ നിന്നൊരു വ്യത്യസ്തമായ ഒരു ഡ്രസ്സായിരുന്നു. കാരണം എനിക്ക് ഇങ്ങനെയുള്ള ഡ്രസ്സൊക്കെ എനിക്ക് പൊതുവേ കുറച്ച് ഇങ്ങനെയൊക്കെയുള്ള ഡ്രസ്സുകൾ ഇഷ്ടമാണ്. ഓക്കെ, അപ്പൊ ഇത് വാങ്ങിച്ച സമയത്ത്, ഇതാണ് അതിൻ്റെ ഉടുപ്പ്. വാങ്ങിച്ച സമയത്ത് ഇതേ ഗോൾഡൻ തന്നെ കൈ താണ്ട് ഹാഫ് സ്ലീവ് ആയിരുന്നേ. ഞാൻ ഇതിന്റെ ഷാൾ എടുത്തിട്ട് ഡിഗ്രി ആയ സമയത്ത് ഇതങ്ങ് ഫുൾ സ്ലീവ് ആക്കി. ഇടയ്ക്കിടയ്ക്ക് ഞാനിത് ഇടാറുണ്ട് കേട്ടോ. അപ്പൊ അങ്ങനെ കിട്ടിയ ഡ്രസ്സാണ് ഇത്. ഇന്നത്തെ കുട്ടികൾക്കൊക്കെ ഇത് കാണുമ്പോൾ വിചാരിക്കുമോ ഇതൊക്കെ ഇത്രയ്ക്ക് പറയേണ്ട കാര്യമുണ്ടോ എന്നൊക്കെ തോന്നും. പക്ഷെ അന്നത്തെ എൻ്റെ ഒരു ലൈഫിൽ ഈ ഒരു ഡ്രസ്സ് കിട്ടിയപ്പോൾ ഉള്ള എൻ്റെ ഒരു സന്തോഷം, ലൈക്ക് ഭയങ്കര ഒരു ഫീലിംഗ് ആയിരുന്നു കേട്ടോ അത്. അപ്പം അതിനുശേഷം അതിനെക്കാട്ടി വിലയുള്ള പല ഡ്രസ്സ് കിട്ടിയിട്ടും ആ ഒരു ഫീലിംഗ് നമുക്ക് കിട്ടണമെന്നില്ല. കാരണം രണ്ടിൻ്റെയും സന്തോഷം ഡിഫറെൻ്റ് ആയിരുന്നു. കാരണം അന്ന് എനിക്കിതൊരു പ്രഷ്യസ് ഗിഫ്റ്റ് എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ, അപ്പം അതുകൊണ്ട് എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് വേറെ ആർക്കെങ്കിലും കൊടുക്കാം. ഇപ്പം എൻ്റെ പ്രായമുള്ളവർ കുട്ടികളൊക്കെ കാണില്ലേ, അപ്പം അവർക്കൊക്കെ കൊടുക്കാം. പക്ഷെ എനിക്കിങ്ങനെയുള്ള ഈ സാധനങ്ങളോട് അല്ലെങ്കിൽ ഓർമ്മകളുള്ള, നിങ്ങൾ എൻ്റെ മുമ്പത്തെ വീഡിയോസൊക്കെ കണ്ടാണ്, മെമ്മറി ബോക്സ് ഒക്കെ പോലെ ഞാൻ എന്ത് മൈന്യൂട്ട് സാധനങ്ങളാണെങ്കിലും ഓർമ്മയുടെ പേരിൽ ഞാൻ സൂക്ഷിച്ചു വെക്കുന്ന ഒരാളാണ് കേട്ടോ. അപ്പം ഇതൊന്നും എനിക്ക് ആർക്കും കൊടുക്കുന്നത് ചിന്തിക്കാൻ പോലും പറ്റില്ല. കാരണം എനിക്ക് അത്രയ്ക്കൊരു ഇമോഷണൽ അറ്റാച്ച്മെന്റ് ഉള്ള ഡ്രസ്സുകളാണ് കേട്ടോ ഇത്. അതാണ് ഈ ഡ്രസ്സ്. ഒക്കെ കഴിഞ്ഞിട്ട് നമ്മൾക്ക് കോളേജിലോട്ടൊക്കെ പോകാൻ ഭയങ്കര കൊതിയായിരിക്കത്തില്ലേ. കാരണം എനിക്ക് ഭയങ്കര കൊതിയായിരുന്നു അന്നത്തെ സമയത്ത്. എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പ്രേമം സിനിമയൊക്കെ കണ്ടിട്ട് ഒരു ടൈപ്പ് ഓഫ് കോളേജ് അങ്ങനെയൊക്കെ ഉള്ളൊരു മനസ്സിൽ എനിക്ക് അങ്ങനെയൊക്കെ ആയിരുന്നു. നമ്മുടെ ഓരോ ജീവിതത്തിന്റെ ഓരോ സമയത്തും ഉണ്ടല്ലോ, നമ്മൾ ചിലരായിട്ടൊക്കെ നമ്മൾ ഭയങ്കര ക്ലോസ് ആയിരിക്കത്തില്ല. എന്ന് വെച്ചാൽ ചിലപ്പോൾ നമ്മുടെ കൂടെ പഠിക്കുന്ന കുട്ടികളാവാം, ചിലപ്പോൾ നമ്മുടെ റിലേറ്റീവ്സ് ആവാം, അങ്ങനെ കുറച്ച് ആൾക്കാർ കാണില്ലേ. അപ്പം ഞാൻ ഡിഗ്രിക്ക് ഫസ്റ്റ് ഇയർ അല്ലെങ്കിൽ +1 +2 ആ ഒരു സമയത്തൊക്കെ എന്ന് പറഞ്ഞാൽ ഞാനും എൻ്റെ ചേച്ചിയും എൻ്റെ ഒരു ബ്രദറും, അപ്പം ഞങ്ങൾ 3 പേരുമായിരുന്നു. ഞങ്ങൾ ഭയങ്കര തിക്കായിരുന്നു. എന്ന് വെച്ചാൽ എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യും. ഇപ്പൊ ഞങ്ങൾക്ക് അമ്പലത്തിൽ പോകണമെങ്കിൽ അണ്ണൻ വരും. അപ്പം വേറെ 3-മത് അല്ലെങ്കിൽ 4-മത് നിൽക്കുന്ന ഒരാൾക്ക് നമ്മളുടെ ബോണ്ട് കണ്ടാൽ ചിലപ്പോൾ മനസ്സിലാവണമെന്നില്ല. അപ്പം നമ്മൾ അത്രയും ഭയങ്കര കൂട്ടാണ്. ഇന്ന് ചിലപ്പം അണ്ണനെ ഞങ്ങളിപ്പോൾ എന്നും വിളിക്കാറില്ല, എന്നും കാണാറില്ല. പക്ഷെ
സ്റ്റിൽ നമ്മുടെ മനസ്സിനുള്ളിൽ ഒരു സ്പെഷ്യൽ പ്ലേസ് ഉള്ള ചില ആൾക്കാരില്ല, അതിലൊരാളാണ് കേട്ടോ അണ്ണൻ. അപ്പം പ്രേമം സിനിമ കഴിഞ്ഞിട്ട് എനിക്ക് കോളേജിനെ പറ്റി ഭയങ്കര എക്സ്പെക്ടേഷൻ ഒക്കെ ആയിരുന്നു. കാരണം എസ്പെഷ്യലി ഓണപരിപാടി, കാരണം സാരി ഉടുക്കുന്നു, മുണ്ടും ഷർട്ടും ഇട്ട് ചെറുക്കന്മാര് വരുന്നു, അങ്ങനെ മൊത്തത്തിൽ നമ്മളൊരു ഡ്രീം വേൾഡിലായിരിക്കുമല്ലോ. ജസ്റ്റ് ആ ഒരു +1 +2 കഴിഞ്ഞിട്ട് നമ്മളൊരു കോളേജിലോട്ട് കയറുന്ന ഒരു സമയം. അപ്പം ഞങ്ങളുടെ കോളേജിൽ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഇയേഴ്സിന് പട്ടുപാവാട എടുക്കുമ്പോൾ മാത്രമേ പറ്റത്തുള്ളൂ കേട്ടോ. അങ്ങനെ സെക്കൻഡ് ഇയേഴ്സ് തൊട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സാരിയൊക്കെ ഉടുക്കാനായിട്ട് പറ്റും. ഫസ്റ്റ് ഇയറിലുള്ള കുട്ടികൾക്ക് പട്ടുപാവാട എടുക്കും, സെക്കൻഡ് ഇയറിലുള്ളവർക്ക് ഹാഫ് സാരി, തേർഡ് ഇയറിലുള്ളവർക്ക് സാരി. ഇതായിരുന്നു അവിടുത്തെ സിസ്റ്റം. അപ്പോൾ ചെന്നപ്പോൾ എനിക്ക് അങ്ങനെ എനിക്ക് സാരി ഉടുക്കണം എന്നായിരുന്നു എനിക്ക് ആഗ്രഹം. കാരണം സിനിമയിലൊക്കെ കണ്ടിട്ട് ഇങ്ങനെ സാരിയൊക്കെ കൊടുത്തിട്ട് ഇങ്ങനെ മുല്ലപ്പൊക്കെ വെച്ച് എനിക്ക് മനസ്സിലതാണേ. മറ്റേ പ്രേമത്തിലെ ഒരു പാട്ടുണ്ടല്ലോ മലറിന്റെ കൂടെ, എന്തോ എന്നറിയാ പാട്ട്, മറ്റേ പൂക്കളൊക്കെ ഇടുന്നേ. അപ്പൊ അതിനകത്ത് എല്ലാവരും ഇങ്ങനെ സാരിയൊക്കെ കൊടുത്തു മുല്ലപ്പ, എനിക്ക് അതായിരുന്നു എന്റെ മനസ്സിൽ, അത്തപ്പൂക്കളം ഇടുന്നു അങ്ങനെ. അപ്പൊ എനിക്ക് ആ സമയത്ത് പട്ടുപാവാട ഇല്ല കേട്ടോ. അങ്ങനെ ഞാൻ തിരിച്ച് വീട്ടിൽ വന്നപ്പോഴത്തേക്ക് അണ്ണ വൈകിട്ട് വീട്ടിലുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു, അണ്ണ ഇതുപോലെ സ്കൂളില് കോളേജിൽ ഇതുപോലെ ഓണപരിപാടിയാ, പട്ടുപാവാടയാന്ന് പറയുന്നു, എനിക്ക് പട്ടുപാവാട ഇല്ല. അപ്പം അണ്ണൻ പറഞ്ഞു വരൂ. അപ്പൊ തന്നെ അണ്ണന്റെ കൂടെ ഇവിടെ അടുത്തൊരു പത്മാസ് എന്ന് പറഞ്ഞൊരു കടയുണ്ട് കേട്ടോ. അപ്പൊ തന്നെ അണ്ണൻ എനിക്ക് പോയി അവിടുന്ന് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു പട്ടുപാവാട എൻ്റെ അടുത്ത് പറഞ്ഞ് എടുത്തോളാൻ പറഞ്ഞു. അപ്പൊ ഇപ്പോഴല്ലേ റെഡിമെയ്ഡ് ആയിട്ട് പട്ടുപാവാടയൊക്കെ കിട്ടുന്നത്, അന്ന് കിട്ടില്ല കേട്ടോ. ഒരുപാട് ഓൾഡ് ആയിട്ട് തോന്നുന്നു, അന്ന് കിട്ടില്ല. അപ്പോൾ ഇങ്ങനെ തുണി എടുത്തിട്ട് ഇവിടെ അടുത്ത് തന്നെ കൊടുത്ത് തയ്പ്പിച്ചു കേട്ടോ. ഇതും ഞാൻ ഇപ്പോഴും ഇടും, കാരണം എനിക്ക് സ്റ്റിൽ എനിക്കിത് പാകമാണ് കേട്ടോ. എന്റെ വളർച്ച എനിക്കറിയില്ല അടി, അന്ന് റെഡിമെയ്ഡ് കിട്ടുമോ? കുഞ്ഞു പിള്ളേർക്ക് കിട്ടും, വലിയ പിള്ളേർക്ക് കിട്ടുമോ അറിയത്തില്ല. അങ്ങനെ അപ്പൊ ഇത് തയ്പ്പിച്ചു. അപ്പൊ ഞാൻ ഇപ്പോഴും ഇടും കേട്ടോ. ഉള്ളതിലൊരു ഭേദം എന്നുള്ള രീതിയിലാണ് എൻ്റെ കോളേജിലെ ഇതിട്ടുകൊണ്ടുള്ള ഓണപരിപാടിയുടെ ഫോട്ടോയും ഞാൻ സൈഡിൽ കൊടുത്തേക്കാം. ഓക്കെ, അതാണ് ഇതിന്റെ കഥ. അപ്പം ഇതുവരെ നമ്മൾ കുറച്ച് പട്ടുപാവാട, ലാച്ച, എന്താ പറയുന്നത്, ലെഹങ്ക തുടങ്ങിയ ഐറ്റംസ് അല്ലേ കണ്ടത്. അടുത്ത് നമുക്ക് കുറച്ച് കീഴ്ത്തട്ടിലോട്ട് നമുക്ക് ഇറങ്ങി വരാം. ഓക്കെ, ഈ ചുരിദാർ കണ്ടോ, ഇത് 2018 ഏഷ്യാനെറ്റ് പ്ലസിൽ ഒരു പരിപാടി ഉണ്ടായിരുന്നു, ഡ്യൂപ്പ മാഷി എന്ന് പറഞ്ഞിട്ട്. നമ്മുടെ ബിഗ് ബോസിലുണ്ടല്ലോ, കുട്ടികളിൽ നിന്നാണ് തോന്നുന്നു വിളിക്കുന്നത്. അപ്പൊ കുട്ടികൾ ഹോസ്റ്റ് ചെയ്തുകൊണ്ടിരുന്ന ഒരു ഷോ ആയിരുന്നു. അപ്പൊ അത് കോളേജുകളിൽ പോയിട്ട് ഇങ്ങനെ കുട്ടികൾ ഡാൻസ് കളിക്കുന്ന, അവർ കൊടുക്കുന്ന ടാസ്കുകൾ ചെയ്ത് വിജയിക്കുന്ന കുട്ടികൾക്ക് ഇങ്ങനെ ഗിഫ്റ്റ് കൊടുക്കും. അപ്പം ഞങ്ങളുടെ കോളേജിലും വന്നു. അപ്പം അന്ന് ഞാനും ഒരു ചേച്ചിയും കൂടെ പെയറായിട്ട് ഞങ്ങൾ ചെയ്ത്, ഞങ്ങളാണ് കേട്ടോ വിൻ ചെയ്തത്. എന്ന് വെച്ചാല് ഞാനാണായിട്ടും ആ ചേച്ചി പെണ്ണായിട്ടും അഭിനയിക്കണം. അപ്പൊ മാർഗഴിയെ മല്ലികയെ അതായിരുന്നു കേട്ടോ. ഞാനങ്ങ് ചേച്ചി കറങ്ങി വീഴാനൊക്കെ പോയി, എന്നുവെച്ചാൽ ആ രീതിക്ക് ഞാനങ്ങ് ഡാൻസ് കളിച്ചു. അപ്പൊ അതിന് 2 ഗിഫ്റ്റ് ആയിരുന്നു കേട്ടോ. എന്ന് വെച്ചാല് ഒരു ചുരിദാറും പിന്നെ ഒരു കപ്പും സോസറും പോലെ എന്തോ. അപ്പം കറങ്ങി തിരിഞ്ഞ് ഈ ഡ്രസ്സിങ് എൻ്റെ കയ്യിൽ വന്നു. പക്ഷെ അന്നത്തെ സമയത്ത് എനിക്കതൊരു കുറ്റബോധമായിരുന്നു. കാരണം കുറച്ച് പേരൊക്കെ ഇങ്ങനെ പറഞ്ഞു, നിനക്ക് ചുരിദാർ കിട്ടിയല്ലേ. പക്ഷെ ഞാൻ അങ്ങനെ, എനിക്ക് എന്ത് ഗിഫ്റ്റ് കിട്ടിയാലും ഐ വാസ് ഓക്കെ എന്നുള്ളൊരു രീതിയിലായിരുന്നു ഞാൻ. അപ്പം എനിക്ക് പക്ഷെ ഭയങ്കര ഹാപ്പി ആയിരുന്നു. കാരണം അന്നത്തെ ഒരു സമയത്ത്, ഇപ്പോഴൊന്നും അങ്ങനെ കോളേജിൽ പോകുന്ന ഒരു പരിപാടി ഉണ്ടോ എന്ന് പോലും എനിക്കറിയില്ല. പക്ഷെ ആ ഒരു ടൈമിലെന്ന് പറഞ്ഞാൽ കോളേജിൽ ഇങ്ങനെ ഒരു പരിപാടി കാണിച്ചാൽ അതൊക്കെ അതൊരു വൈബായിരുന്നു കേട്ടോ. അപ്പം ഞാനത് തയ്പ്പിച്ചു ഇട്ടു. പക്ഷെ ഇപ്പൊ ഇതെനിക്ക് കേറില്ല കേട്ടോ. ഇത് വെച്ച് നോക്കുമ്പോ ഓക്കെ, ഞാൻ വളർന്നു. ഇത് കണ്ടോ, ഇത് അതുപോലെ തന്നെ. വാവ്, ഇതിട്ട ഫോട്ടോ ഉണ്ടോന്ന് എനിക്ക് അറിയില്ല കേട്ടോ. ഉണ്ടെങ്കിൽ ഞാൻ കൊടുത്തേക്കാം. ഇതിന്റെ പാന്റും ഷാളും എല്ലാം പോയി ഗൈസ്. പക്ഷെ ഇത് ഞാൻ അടുത്ത് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ഇത് എനിക്ക് കളയാൻ തോന്നുമ്പോൾ എനിക്ക് ഏഷ്യാനെറ്റിനെ ഓർമ്മ വരും, അതുകൊണ്ട് ഞാൻ കളഞ്ഞിട്ടില്ല. ഇത് ഇപ്പോഴും നിങ്ങൾ വിചാരിക്കും, ഈ കൊച്ചിന്റെ വീട്ടിൽ എവിടുന്ന ഇത്രയും സ്ഥലം, കണ്ട ആക്രികളെല്ലാം ഉണ്ട്, കോഴിയുടെ പൂവല് എല്ലാം ഉണ്ട്. എന്ത് ചെയ്യാനാ. ഓക്കെ, അടുത്തത് എനിക്ക് എൻ്റെ ലൈഫിലുണ്ടല്ലോ, എനിക്ക് കുറച്ച് ഫ്രണ്ട്സ്, അല്ലെങ്കിൽ ഇവരാണല്ലേ ഫ്രണ്ട്സ്, അല്ലെങ്കിൽ ഇങ്ങനെയാണല്ലേ ഫ്രണ്ട്സ് എന്ന് എനിക്ക് ഫീൽ ചെയ്ത്, നമുക്ക് ഹോം എന്നൊക്കെ ഫീൽ ചെയ്യുന്ന ചില ടൈപ്പ് ഓഫ് ഫ്രണ്ട്സ് ആണല്ലേ. എനിക്ക് അങ്ങനെയുള്ള ഫ്രണ്ട്സിനെ കിട്ടിയത് ഞാൻ PGക്ക് മാവേലിക്കര ബിഷപ്പ് മൂർ കോളേജിൽ ജോയിൻ ചെയ്യുന്ന സമയത്താണ്. അപ്പൊ അവിടെ നമ്മള് ജാൻവി, അത് തന്നെ ജാൻവി.
ഞങ്ങളുടെ ഹോസ്റ്റലിൽ കുറച്ച് കുട്ടികളുണ്ട്, നമ്മളെല്ലാവരും ഒരു ഗ്യാങ്. ഹോസ്റ്റലിൽ താമസിക്കുന്നവർക്ക് അറിയായിരിക്കും നമ്മൾ എന്ത് വൈബാണെന്ന്. ചിലപ്പം ഹോസ്റ്റൽ കഴിഞ്ഞിട്ട് ചിലപ്പോൾ നമ്മൾ ഡെയിലി വിളിക്കില്ല, സംസാരിക്കില്ല, ചിലപ്പോൾ ആ ബോണ്ടേ അതുപോലെ കാണണമെന്നില്ല. ബട്ട് സ്റ്റിൽ അപ്പം അവിടുത്തെ ഞങ്ങളുടെ വേറെ റൂമിലുള്ള ശ്രീതി എന്ന് പറഞ്ഞൊരു കുട്ടിയുടെ കല്യാണമായിരുന്നു കേട്ടോ. അപ്പം ഞങ്ങൾ എല്ലാവരും കൂടെ പ്ലാൻ ഇട്ടു, നമുക്ക് സാരിയൊക്കെ എടുത്തുകൊണ്ട് പോകാമെന്ന് പ്ലാൻ ഇട്ടു. അപ്പോൾ ഓരോരുത്തരും അവരവർക്ക് ഇഷ്ടമുള്ള സാരി എടുക്കട്ടെ എന്ന് വിചാരിച്ചു. ഒരു കടയിൽ പോയി ഒരു സാരി മേടിച്ചു. അന്ന് സാരി വാങ്ങി ചേച്ചിയും കൂടെ ഇവിടെ കഴിവാണ്, ഒന്ന് പോയേ ഒറ്റയ്ക്ക് എടുത്ത് അടിപൊളിയായിരിക്കും എന്നൊക്കെ വിചാരിച്ച് ഞാൻ എന്റെ ചേച്ചിയും കൂടെ പുല്ലൂര് എനിക്കയിൽ പോയിട്ട് നോക്കിയപ്പോ അവിടെ ഒരു ബൊമ്മയിൽ എല്ലാം എടുത്തിട്ടൊന്നും ഇഷ്ടപ്പെടുന്നില്ല. അപ്പൊ അവിടെ ഒരു ബൊമ്മയിൽ ഒരു സാരി ഒടിപ്പിച്ചു വെച്ചിരുന്നു. പക്ഷെ ഞങ്ങളുടെ ആ ഒരു കുരുട്ട് ബുദ്ധിയിലോട്ട് ഇവര് നല്ലപോലെ പിന്നൊക്കെ സെറ്റ് ചെയ്ത് കുത്തി ഒടിപ്പിക്കുമ്പോ ബൊമ്മയിൽ അത് നല്ലപോലെ ഇരിക്കും. പക്ഷെ അതിനുള്ള ഒരു സമയം ഞങ്ങൾക്ക് കിട്ടിയില്ല. കണ്ടത് ഞാനും ചേച്ചി കൊള്ളാം, ഇതാണ് ആ സാരി. ദുരന്തം എന്ന് പറഞ്ഞാൽ പോരാ, ഇത് അതിനപ്പുറത്തെ ദുരന്തമായിരുന്നത്. കൊടുത്തതെന്ന് വെച്ചാല് ഇങ്ങോട്ട് പിടിച്ചാ അങ്ങോട്ട് പോവും, അങ്ങോട്ട് പിടിച്ചാ ഇങ്ങോട്ട് പോവും. ഇതായിരുന്നു സാരി. ഇതൊരു പീച്ച് കളർ സാരിയാണ്. ഇത് ഞാൻ പാവാട എങ്ങനെ ആക്കിയാലോ എന്ന് വിചാരിക്കും. പീച്ച് കളർ സാരിയുടെ താഴെ ഇങ്ങനെ ഗോൾഡൻ ബോർഡർ, ഇതിന്റെ തൊട്ട് താഴെ ഇങ്ങനെ വയലറ്റ് ഇത്. പക്ഷെ ഇതിനകത്ത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്ന വെച്ചാൽ ഈ സാരി ഞാൻ എടുക്കാനുള്ള കാരണം തന്നെ ഇതിന്റെ തണ്ട് ഈ ഒരു പോർഷനാണ്. ഞാൻ കാണിക്കാം നിങ്ങൾ നോക്കി. നല്ല ഡാർക്ക് വയലറ്റ് മുന്താണ്. എന്നിട്ട് ആ ബോർഡർ നോക്ക്, എന്ത് നീളമുള്ള ബോർഡറാണ്. ഇത് കണ്ടപ്പോൾ ഞാനങ്ങ് വീണ് പോയി. പക്ഷെ ഞാൻ അറിഞ്ഞില്ല, ഇത് ഞാൻ ചതിക്കുഴിയിലോട്ടാണ് വീഴുന്നത്. കാരണം ഞാൻ പിന്നെ ഉടുത്തിട്ടില്ല. അമ്മ ഇടയ്ക്കിടയ്ക്ക് അമ്മ കുത്തും. വല്ലവനും കൊണ്ടുപോയി പൈസ കൊടുത്തേക്കുന്നത് ഉടുക്കുമെങ്കിൽ വേണ്ടിയില്ല. എന്നുവെച്ചാൽ ബാക്കി എല്ലാ സാരിയും ഞാൻ ഒരുപാട് വട്ടം റീയൂസ് ചെയ്യുന്ന ഒരാളാണ്. പക്ഷെ ഇത് മാത്രം, ഒന്നാമത്തെ കാര്യം നല്ല എന്നുവെച്ചാൽ അത്രയ്ക്ക് ചൂടാ. പക്ഷെ മെറ്റീരിയൽ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, ഈ പട്ട് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. വെച്ചാൽ നമ്മൾ ഇങ്ങനെ ഒന്ന് ഉടുത്തിട്ട് ഇങ്ങനെ ഇരിക്കില്ല, അത് അങ്ങ് പോവും. അതാണ് ഈ സാരി. അപ്പൊ ഈ സാരി എനിക്കൊരു ഓർമ്മയാണ്. കാരണം ഞങ്ങളെ ഫ്രണ്ട്സ് എല്ലാവരും കൂടെ നല്ലപോലെ ഉടുത്തു. പട്ടി കരയുന്നു, അർജുൻ കരയുന്നു. ഓക്കെ, അപ്പൊ ഇതാണ് ആ സാരിയായിട്ടുള്ള എനിക്കൊരു മെമ്മറി. പക്ഷെ ഇതൊന്നും എനിക്ക് ആർക്കും കൊടുക്കാൻ പറ്റില്ല കേട്ടോ. കാരണം നമ്മുടെ ലൈഫിന്റെ ഒരു മൊമെന്റ് ഞാൻ എൻജോയ് ചെയ്ത ഒരു സമയത്തെ ഒരു സാധനമല്ലേ. അപ്പം അതങ്ങനെ ആർക്കും കൊടുക്കാനൊന്നും പറ്റില്ല അല്ലേ ലപ്പി? അതെ, ആർക്കും കൊടുക്കാം. വേണമെങ്കിൽ ഞാൻ അത് പാവാട തയ്ച്ച് ഞാനും വേണമെങ്കിൽ നിധിക്കുട്ടിക്ക് ഞാൻ കൊടുക്കും കേട്ടോ. നിധിക്ക് ഞാൻ കൊടുക്കുവേ, പക്ഷെ വേറെ ആർക്കും തരത്തില്ല. ഓക്കെ, അപ്പൊ ഇതാണ് ആ സാരിയുടെ മെമ്മറി. എൻ്റെ ചേച്ചി പ്രഗ്നന്റ് ആയ സമയത്തുണ്ടല്ലോ, എനിക്ക് ഭയങ്കര ക്യൂരിയോസിറ്റി ആയിരുന്നു. കാരണം എനിക്കൊന്ന് കുഞ്ഞമ്മമാരായിട്ടുള്ള ആൾക്കാർക്ക് ഇത് കുറച്ചും കൂടെ റിലേറ്റബിൾ ആയിട്ട് തോന്നും. കാരണം ഇതെങ്ങനെയാണ്, എന്താണ് എന്നൊക്കെ എനിക്ക് ഭയങ്കര ഒരു ക്യൂരിയോസിറ്റി ആയിരുന്നു. കാരണം ഞാൻ ചേട്ടൻ്റെ വീട്ടിൽ ചെല്ലുമ്പോഴത്തേക്ക് ഇവളുടെ വയറ്റിലൊക്കെ ഇങ്ങനെ കൈ വെച്ച് നോക്കും. അപ്പൊ ഇങ്ങനെ കുഞ്ഞ് ചവിട്ടുന്ന എനിക്കൊരു അത്ഭുതം പോലെ അങ്ങ് തോന്നുവേ. അപ്പം നമ്മൾ ഈ 3-ാം മാസത്തിൽ വയറ് കാണല്, 5-ാം മാസം, അങ്ങനെയൊക്കെ ഓരോ ചടങ്ങുകളില്ലേ. അതുപോലെ 7th മന്തിൽ 7-ാം മാസത്തിൽ നമ്മൾ നടത്തുന്ന ഒരു ചടങ്ങാണ് വയറ്റുപൊങ്കാല. ഇതിന് പല പേരുകളും പല സ്ഥലത്ത് കാണാൻ എനിക്കറിയില്ല. ഇവിടെ ഞങ്ങൾ വയറ്റുപൊങ്കാല എന്നാ പറയുന്നത്. വെച്ചാൽ രാവിലെ എഴുന്നേറ്റിട്ട് നമ്മൾ പൊങ്കാലയൊക്കെ ഇട്ടിട്ട് 7 കൂട്ടം പലഹാരമൊക്കെ കഴിച്ച് അങ്ങനെ ഒരു ചടങ്ങാണ്. അപ്പൊ അന്ന് ഈ വളകാപ്പും കാര്യങ്ങളൊന്നും ഇല്ല. ഇപ്പൊ പിന്നെ വഴി കൂടെ പോകുന്ന എല്ലാവരും വളകാപ്പ്. എന്ന് വെച്ചാൽ വളകാപ്പില്ലാത്തൊരു പ്രഗ്നൻസി ഇപ്പൊ ഇല്ല. പക്ഷെ അന്നത്തെ സമയത്ത് അങ്ങനൊന്നും ഇല്ലല്ലോ. അപ്പം ആ സമയത്ത് നമ്മൾ എല്ലാരെയും വിളിച്ച് കുറച്ച് ഗ്രാൻഡ് ആയിട്ടല്ലേ നമ്മൾ വയറ്റുപൊങ്കാല നടത്തുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ ഇവിടുന്ന് കുറച്ച് സാധനമൊക്കെ മേടിച്ചുകൊണ്ട് അവിടെ ചെല്ലണം. അങ്ങനെയാണ് അതിന്റെ രീതി. അപ്പം വയറ്റുപൊങ്കാലയ്ക്ക് എൻ്റെ കുഞ്ഞാവിയുടെ വയറ്റുപൊങ്കാല, കുഞ്ഞാവിയുടെ ശ്രീയമ്മയുടെ വയറ്റുപൊങ്കാലയ്ക്ക് ഇത് ആക്ച്വലി ഉണ്ടല്ലോ, ഇതൊരു അനാർക്കലിയുടെ ഇതാണ് കേട്ടോ. അനാർക്കലിയാണിത്. പക്ഷെ എനിക്കിതിന്റെ കളർ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. കാരണം ഇതുപോലൊരു ഷെയ്ഡ്, ഈ കളറ് കണ്ടിട്ടുണ്ടായിരിക്കും, പക്ഷെ ഈ ഷെയ്ഡിൽ എനിക്ക് ഭയങ്കര ഇഷ്ടം. മാമ്പഴ കളർ അല്ലേ. അപ്പം ഇത് തന്നെയായിരുന്നു ഇതിന്റെ കൈയും ഇത്രയുള്ള. ഞാൻ എന്ത് ചെയ്തു, ഞാൻ ഓവർ ടാലന്റഡ്. ഞാൻ ഇതിന്റെ തുണി കടയിൽ പോയിട്ട് ഈ തുണി മേടിച്ചിട്ട് ഞാൻ ഇത് അടിച്ചപ്പോഴത്തേക്ക് ഇതൊരു എക്സാക്ട്ലി ഒരു ഗൗൺ മോഡലായി കേട്ടോ. ഇത് 2017 മേടിച്ചതാണിത് കേട്ടോ. കാരണം ഇത് ഓൾറെഡി ഞാൻ വാങ്ങിച്ചിട്ട് തയ്പ്പിക്കാതെ എൻ്റെ അലമാരിയിൽ അങ്ങനെ ഇരുന്ന വയറ്റുപൊങ്കാല ആയപ്പോൾ, അത് 2018
വൈറ്റ് പൊങ്കാല ആയപ്പോഴത്തേക്ക് ഇതെടുത്ത് ഞാൻ സ്റ്റിച്ചൊക്കെ ചെയ്ത് അമ്മ ഇതൊക്കെ കാരണം ഇട്ടിട്ടില്ലല്ലോ, പുതിയതല്ലേ. അപ്പം ഇത് അങ്ങനെ ഒരു ഉടുപ്പായി. അങ്ങനെ അത് ചേച്ചിയുടെ വീടിന്റെ ഇതാണ് ആ ഡ്രസ്സ്. അപ്പൊ എനിക്ക് ഈ ഡ്രസ്സ് കാണുമ്പോൾ ചേച്ചിയുടെ വൈറ്റ് പൊങ്കാലയാണ് ആ ഫോട്ടോസ് ഒക്കെ. അപ്പൊ ഇതാണ് ആ ഡ്രസ്സുമായിട്ടുള്ള ഓർമ്മ. എന്ത് രസമല്ലേ ഈ ഡ്രസ്സ്. എനിക്ക് ഇപ്പോഴും ഞാൻ ഈ ഡ്രസ്സ് ഇടും. ഇതും എനിക്ക് കയറും കേട്ടോ. ഇന്ന് എനിക്ക് ഇപ്പോഴും പാകമാണ്. എന്ത് രസമല്ലേ. അന്നത്തെ ചിലർക്കൊന്നും കയറില്ല, പക്ഷെ എനിക്ക് ഇപ്പോഴും ഇതൊക്കെ ചേരും എന്നുള്ളത് വളരെ ഒരു നല്ല കാര്യമാണ് കേട്ടോ. ഓക്കെ, ഇതാണ് ആ ഡ്രസ്സ്. ഓക്കെ, ഇതെല്ലാം ഇനി മടക്കി തിരിച്ചെടുത്ത് വെക്കണമല്ലോ, അല്ലെങ്കിൽ എൻ്റെ തല കറങ്ങി. നമ്മൾക്കിങ്ങനെ ഫ്രണ്ട്സുമായിട്ടൊക്കെ മാച്ചിങ് ബ്ലൗസ് മാച്ചിങ് ഡ്രസ്സൊക്കെ ഇടാൻ നമുക്ക് ഭയങ്കര ആഗ്രഹമായിരിക്കില്ലേ. അപ്പം ഞാനും ഹരിതയും ജാൻവിയും കൂടെ തീരുമാനിച്ചു. കോളേജിൽ ലാസ്റ്റ് ഇയർ കേട്ടോ, കുറച്ച് ദിവസം കൂടെ ഉള്ളൂ. 2019 ലാസ്റ്റ് എങ്ങാണ്ടാണെന്ന് തോന്നുന്നു. അപ്പം 2019 അല്ല 2020 തുടക്ക സമയത്ത് നമ്മുടെ കോളേജിലേക്ക് നടക്കില്ലേ. അപ്പൊ ആ സമയത്ത് നമ്മൾ തീരുമാനിച്ചു, ഓക്കെ നമുക്ക് ഇങ്ങനെ ഒരുപോലെ സാരി എടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ അവിടെ തന്നെയുള്ള രാധാസ് എന്ന് പറഞ്ഞിട്ടൊരു കടയിൽ അത്യാവശ്യം ഫേമസ് ആണ് കേട്ടോ, നല്ല സാരിയൊക്കെ കിട്ടും. അങ്ങനെ ഞങ്ങൾ അവിടെ പോയി. അപ്പൊ ആ സമയത്തെന്ന് പറഞ്ഞാല് അങ്ങനെ ഒരുപാട് വിലയുള്ള നിങ്ങൾക്ക് ഇപ്പോഴത്തെ കോളേജ് സ്റ്റുഡൻസിന് എത്രത്തോളം റിലേറ്റബിൾ ആണെന്ന് എനിക്കറിയില്ല. നമുക്ക് അങ്ങനെ സാരി വാങ്ങിക്കാനൊന്നും വീട്ടിൽ നിന്ന് പൈസ ഒന്നും തരില്ല. ഒരു മിനിമൽ ബഡ്ജറ്റിൽ എന്ന് വെച്ചാൽ വാങ്ങിച്ചോണം. കാരണം ബ്ലൗസ് തന്നെ വാങ്ങിക്കാൻ പൈസ ചോദിക്കുന്നത് തന്നെ വലിയൊരു ടാസ്ക് ഉള്ള കാര്യമാണ്. അപ്പൊ ഇപ്പോഴൊക്കെയാണെന്നുണ്ടെങ്കിൽ അമ്മ എനിക്ക് സാരി വേണമെന്നൊക്കെ പറഞ്ഞ് മേടിച്ചൊക്കെ തരും. ഓക്കെ, അപ്പം അന്ന് 300 രൂപ എങ്ങാണ്ട്, 300 രൂപ ഇല്ല കയ്യിൽ. അതാണ് ദാരിദ്ര്യം എന്നുവെച്ചാൽ കോളേജ് സ്റ്റുഡൻസിന്റെ ദാരിദ്ര്യം നിങ്ങൾക്ക് അറിയായിരിക്കുമല്ലോ. അങ്ങനെ 300 രൂപ ഇല്ല. എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ 300 രൂപ തികച്ചില്ല. അപ്പൊ ജാൻവി പറഞ്ഞോടി നമുക്ക് മേടിക്കാം. അങ്ങനെ അവിടെ ചെന്നപ്പം ഈ 300 രൂപയുടെ കാറ്റഗറിയിൽ സാരി ഒന്നുമില്ല. അങ്ങനെ അവസാനം തപ്പി ഞങ്ങൾ കണ്ടുപിടിച്ച സാരിയാണ് ദേ ഇത്. ഇതെന്താ, ഇതെനിക്ക് തോന്നുന്നു 200 സംതിങ്ങോ 300 രൂപ ആയില്ലെന്ന് തോന്നുന്നു. ഇനിയിപ്പോ ഞങ്ങളുടെ ഇത് കണ്ടിട്ട് ആ ചേച്ചിന് വില കുറച്ചാണോന്ന് അറിയാൻ വയ്യ. എന്ന് വെച്ചാൽ അവിടെ ചെന്നൊന്ന് പൈസയെ കുറിച്ച് തന്നെ സെർച്ച് ചെയ്യാം. 310, 310, 320 ആണെങ്കിൽ കുഴപ്പമില്ല, ആരുടെങ്കിലും ഒന്ന് വാങ്ങിച്ചത്. അങ്ങനെ ഞങ്ങൾ ഇതിന്റെ തന്നെ ഒരു റോസ് കളറായിരുന്നു കേട്ടോ ജാൻവി മേടിച്ചത്. ഞാനും ഹരിത എനിക്ക് തോന്നുന്നു ഈ സെയിം കളറായിരുന്നു തോന്നുന്നു. അപ്പം എനിക്ക് ഈ സാരി ഞാൻ അതിനുശേഷം പിന്നെ ഉടുത്തിട്ടില്ല കേട്ടോ. കാരണം ചില സാരികൾ നമുക്ക് എന്താ പറയുന്നത്, ഇപ്പൊ ഞാൻ ഇത്രയും ഷെയർ ചെയ്തത് എല്ലാം ഹാപ്പി മെമ്മറീസ് അല്ലേ. ബട്ട് ദിസ് വൺ ഇസ് ഡിഫറെൻറ്റ്. ബിക്കോസ് ഇതെനിക്ക് കാണുമ്പോഴേ എനിക്ക് ഒരു നെഗറ്റീവ് എനർജിയാണ്. അപ്പം നിങ്ങൾ വിചാരിക്കും ഓക്കെ കോളേജിൽ ഇങ്ങനെ മാച്ചിങ് ആയിട്ടൊക്കെ ഇട്ടല്ലേ അതിനകത്ത് എന്ത് നെഗറ്റീവ് എനർജി ഉള്ളതെന്ന്. പക്ഷെ ഡീപ്പ് ഡൗൺ ഐ നോ എന്ന് വെച്ചാൽ ഞാൻ ഈ ഡ്രസ്സിൽ ഒട്ടും ബ്യൂട്ടിഫുൾ അല്ല എന്നുള്ളൊരു ഇന്നർ ഫീലിംഗ് ആണ് എനിക്ക്. ചിലരിങ്ങനെ വെറുതെ കാഷ്വൽ ആയിട്ട് പറഞ്ഞതാവാം. പക്ഷെ ചിലരൊക്കെ എങ്ങനെ പറഞ്ഞപ്പോഴത്തേക്ക് ഞാൻ അങ്ങ് ഉറപ്പിച്ചു, ഓക്കെ ഈ ഡ്രസ്സിൽ എന്നെ കാണാൻ കൊള്ളില്ല എന്ന് ഞാൻ അങ്ങ് ഉറപ്പിച്ചപ്പോൾ ഈ ഡ്രസ്സ് എടുക്കുമ്പോഴേ എനിക്ക് ഒരുമാതിരി പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു നെഗറ്റീവ് ഫീലിംഗാണ്. അതുകൊണ്ട് ഞാൻ പിന്നെ ഈ സാരി ഉടുത്തിട്ടില്ല. പിന്നെ ഈ ഉടുത്തിട്ടേ ഇല്ല ഈ സാരി. സീരിയസ്ലി ഞാൻ ഈ സാരി പിന്നെ ഉടുത്തിട്ടില്ല. ഞാൻ ഇൻസ്റ്റഗ്രാമിലൊക്കെ പോസ്റ്റ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇത് എടുക്കുമ്പോഴേ എനിക്ക് ഒരുമാതിരി ഒരു ഫീലിംഗ്. അതുകൊണ്ട് ഞാനത് ഉടുക്കാനും ട്രൈ ചെയ്തിട്ടില്ല. ഐ ഡോണ്ട് വാണ്ട് ടു. അതാണ് യഥാർത്ഥത്തിലുള്ള സംഭവം. അപ്പൊ ഞാൻ ഇന്ന് ഈ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് ഈ സാരി എടുത്തപ്പോൾ ചേച്ചി ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു, എടി നല്ലൊരു ബ്ലൗസ് ഒക്കെ മേടിച്ച് നീ ഉടുത്തുടുത്ത് നിന്റെ ആ നെഗറ്റീവ് ഫീലിംഗ് മാറ്റുന്നൊക്കെ അവള് ഒരുപാട് മോട്ടിവേഷൻ ഒക്കെ തന്നു. ഐ വിൽ ട്രൈ ഇതിന്റെ നെഗറ്റീവ് ഇതൊക്കെ മാറ്റിയിട്ട് നമുക്കിതൊരു ഉടുക്കാം അല്ലേ പി. ഓക്കെ. അപ്പം ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലീസ്റ്റ് നമ്മൾ 2019 തോന്നുന്നു കേട്ടോ. ഇത് ആക്ച്വലി 2019 6-7 വർഷത്തോളം ആവുന്നു ഈ 2 ഡ്രസ്സ്. ഇതിന്റെ കൂടെ ഒരു ഡ്രസ്സും കൂടെ ഉണ്ട് കേട്ടോ. ഇതും ആക്ച്വലി എനിക്കങ്ങനെ ഭയങ്കര സുഖമുള്ള ഓർമ്മകളൊന്നും ഉള്ള ഡ്രസ്സൊന്നും അല്ല. ഇത് ഞാൻ ഇപ്പോഴും കുറച്ച് എനിക്കൊന്ന് റീയൂസ് ചെയ്യും. പക്ഷെ ഇതൊന്നും എനിക്കങ്ങനെ ഇടാൻ തോന്നാറില്ല. കാരണം വിഷമങ്ങളാണ് ഈ ഡ്രസ്സ് നിറച്ച്. എന്നാൽ ചോദിക്കുക വിഷമങ്ങളുള്ള ഡ്രസ്സ് എടുത്ത് കളഞ്ഞുവിടുന്നു. പക്ഷെ ചില ഡ്രസ്സ് ഞാൻ സൂക്ഷിച്ചു വെക്കുന്നതിനുള്ള മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ പിന്നെ ഇത് കാണുമ്പോൾ എനിക്കറിയണം ഞാൻ എത്രത്തോളം കടന്നു വന്നു, അല്ലെങ്കിൽ ഇത്രയും ഞാൻ ഇതായി വന്നില്ലേ. ഓക്കെ കാരണം നമ്മൾ ചില ഡ്രസ്സ് കളഞ്ഞാൽ അതിൻ്റെ കൂടെ ചിലപ്പോൾ ആ മെമ്മറിയും കൂടെ അങ്ങ് പോകും. ചിലപ്പോൾ ഇത് കാണുമ്പോഴായിരിക്കും ഇങ്ങനെ ഒരു സംഭവം ഈ ഡ്രസ്സ് ഇട്ടപ്പോഴാണല്ലേ നടന്നത് എന്നൊക്കെ നമുക്ക് തോന്നാറില്ല. ചില ഡ്രസ്സുകളുമായിട്ട് നമുക്ക് അങ്ങനെ ഒരു ബന്ധമുണ്ട്. അപ്പൊ ഇതിന്റെ കൂടെ ഒരു റോസ് നല്ല മജന്ത കളർ ടോപ്പും തത്തപ്പച്ച കളർ പാൻറ്റും ഉള്ളൊരു ചുരിദാർ ഇതിന്റെ കൂടെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ഞാൻ അതിട്ട് ഒരു ദിവസം കോളേജ് ചെന്നപ്പോഴത്തേക്ക് എൻ്റെ അടുത്ത് ഒരാൾ പറഞ്ഞു, ഇതെന്തുവാ, അത് അന്ന് യൂസ് ചെയ്തൊരു വേർഡ് ഉണ്ട് പക്ഷെ അത് ഞാൻ യൂസ് ചെയ്യുന്നില്ല.
അതെന്തുവാ ഇതെന്തൊരു കൂതറ കളറാണ്, ഇതിന് പകരം വേറൊരു വാക്കാണ് യൂസ് ചെയ്തത്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് എനിക്ക് ഈ ഡ്രസ്സ് ഇടാൻ ഭയങ്കര ഒരു ഇൻസെക്യൂരിറ്റി ആയിരുന്നു. കാരണം എന്നെ കാണാൻ കൊള്ളത്തില്ലെന്നല്ല, എന്തിനാ അങ്ങനെ പറഞ്ഞത്, എന്ത് അത്രയ്ക്ക് മോശമാണോ ഈ നിറം എന്നുള്ള രീതിയിലായിരുന്നു. പിന്നെ എനിക്ക് ഈ മജന്ത, തത്തപ്പച്ച തുടങ്ങിയ കളറുകളൊക്കെ എടുക്കാൻ എനിക്കൊരു ഭയങ്കര ഒരു ഇതായിരുന്നു. പക്ഷേ നാളുകൾ കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി, ഓക്കെ, അവരുടെ മൈൻഡ് സെറ്റ് അവർ പുറത്തോട്ട് വിടുന്നു, അത് കേൾക്കണോ കേൾക്കണ്ടയോ എന്നുള്ളത് നമ്മുടെ ഇഷ്ടമാണ്. ഓക്കെ, ഇപ്പോഴത്തെ കുട്ടികളൊക്കെ എനിക്ക് തോന്നുന്നു അതിനേക്കാട്ടിൽ ഒരുപാട് നല്ല നല്ല കുട്ടികളാണ്. അങ്ങനെ ആരെങ്കിലും പറഞ്ഞാൽ നീ പോടാന്ന് തിരിച്ചു പറയും, അല്ലെങ്കിൽ നീ പോടി എന്ന് തിരിച്ചു പറയും. ഓക്കെ, അപ്പൊ ഇത്രയാണ് ഡ്രസ് വിത്ത് ലോട്ട്സ് ഓഫ് മെമ്മറീസ്, ഗുഡ് ഓർ ബാഡ്. അതൊക്കെ എല്ലാ ഡ്രസ്സിന്റെയും കൂടെ ഉള്ളതല്ലേ. എനിക്ക് 2-3 ഡ്രസ്സുകളുണ്ട് കേട്ടോ. അതെന്ന് പറഞ്ഞാൽ അത് ഞാൻ കയ്യിലോട്ട് എടുത്താൽ അന്ന് അടിയായിരിക്കും, അങ്ങനെയുള്ളൊരു ചില ഡ്രസ്സുകളുണ്ട്. ചില അത് കണ്ടാലേ ഇന്നത്തെ ദിവസം അടിയാണ്. ആ ഡ്രസ്സ് ഇട്ടുകൊണ്ട് പരീക്ഷയ്ക്ക് പോകരുത്, ആ ഡ്രസ്സ് ഇട്ടുകൊണ്ട്, എനിക്കറിയാം ദിസ് ഇസ് കൈൻഡ് ഓഫ് എന്താ പറയുക OCD അല്ലെങ്കിൽ ഒരു ആങ്സൈറ്റി പോലൊക്കെയാണ്. പക്ഷെ നമ്മുടെ മനസ്സിലൊരു ഇന്നർ ഫീലിംഗ്, ലൈക്ക് ഇതിട്ടാൽ ഇന്നത്തെ കാര്യം നടക്കില്ല എന്നൊരു ഇന്നർ ഫീലിംഗ് ആണല്ലോ. അപ്പൊ അതുകൊണ്ട് ഞാൻ അത് ഈ വീഡിയോയിൽ ഇടുന്നില്ല. അതിനി എടുത്തോണ്ട് ഈ വീഡിയോയിൽ കൊണ്ടുവന്നിട്ട് വേറെ എന്തെങ്കിലും സംഭവിച്ചാൽ എനിക്കൊന്നും കൂടെ ഉറപ്പിക്കും ഞാൻ, ഈ ഡ്രസ്സിന് എന്തോ ജൂനിയർ മൺട്രൊക്കെ സിനിമയില്ല അതുപോലെ അങ്ങനെ. അപ്പൊ ഇതൊക്കെയാണ് കേട്ടോ ഇന്നത്തെ നമ്മുടെ വിശേഷങ്ങൾ. അപ്പോൾ ഇതുവരെ എൻ്റെ ചാനൽ കാണാത്ത ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ബെല്ലൈക്കൺ കൂടെ പ്രസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പം അടുത്ത വീഡിയോയിൽ കാണുന്നവരെയും ടാറ്റാ.